രാഹുലിനെ ചേർത്ത് പിടിച്ച് കോൺഗ്രസ് നേതാക്കൾ. അല്ല 10 മിനിറ്റ് കഴിഞ്ഞു. അല്ല അവര് വിളിക്കുന്ന ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മരണവീട്ടിലെത്തിയ രാഹുലിനെ ചേർത്ത് പിടിച്ച് കോൺഗ്രസ് നേതാക്കൾ. ഇതൊരു ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. വലിയൊരു മഞ്ഞുരുകലിൻ്റെ പ്രതീതിയാണ് നമുക്കിത് നൽകുന്നത്. രാവിലെ ഏതാണ്ട് 10:00 രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട്ട് എത്തിയിരുന്നു. അദ്ദേഹം ആദ്യമായി പോയത് PJ പൗലോസ് എന്ന മുൻ മണ്ഡലം പ്രസിഡന്റിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എറിഞ്ഞ ആ വീട്ടിലേക്കാണ് അദ്ദേഹം പോയത്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു മുതിർന്ന നേതാവ് ബെന്നി ബെഹനാൻ. തുടർന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ, അതുപോലെ KPCC ജനറൽ സെക്രട്ടറി മുത്തലീബ് തുടങ്ങിയവരെല്ലാം അദ്ദേഹത്തിന് ഹസ്തദാനം നൽകുകയും ചേർത്ത് പിടിക്കുകയും എല്ലാം ചെയ്തു. അദ്ദേഹത്തെ കണ്ട് അവർ ഒഴിഞ്ഞുമാറാനോ അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുകയോ ഒന്നും ചെയ്തില്ല. ഇത് വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. മഞ്ഞുരുകുന്നു. ഇതുപോലെ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ ചേർത്ത് നിർത്തിയാൽ, അവരായിട്ടുണ്ടാക്കിയ ഈ പ്രശ്നം അവരായിട്ട് തന്നെ പരിഹരിച്ചാൽ യാതൊരു സംശയവും വേണ്ട, പാലക്കാട്ടെ ജനങ്ങൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ, ഈ കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയ ജനങ്ങളെല്ലാം അവരോടൊപ്പം നിൽക്കും. ഇതേ സമീപനം ഇന്ന് പാലക്കാട് രാഹുലിനോട് കാണിച്ച ഈ സമീപനം ഈ കേക്കച്ചൻ കാണിച്ചാൽ സകല പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കും. കോൺഗ്രസിലുള്ള മുതിർന്ന നേതാക്കന്മാരുടെ എല്ലാം ഒരു ആറ്റിറ്റ്യൂഡാണ്, അവരുടെ മനസ്സിൽ എന്താണ് എന്നതിൻ്റെ ഒരു ചെറിയ ഒരു തെളിവാണ് നമുക്കിന്ന് പാലക്കാട് കാണുവാൻ സാധിച്ചത്. എല്ലാവരും മനസ്സിൽ കരുതുന്നു രാഹുലിനെതിരെ എടുത്ത ഈ നടപടി ശരിയായില്ല, ഇനിയെങ്കിലും അതിൽ നിന്ന് നേതൃത്വം പിന്മാറണം, ഈ പ്രശ്നപരിഹാരം ഉണ്ടാവണം, ഇനി ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ മുന്നേറുവാൻ സാധിക്കത്തുള്ളൂ എന്ന് അപ്രകാരം ഒരു സന്ദേശം നൽകുവാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കേക്കച്ചൻ്റെയും ആ മനസ്സ് മാറിയില്ലെങ്കിൽ മറ്റുള്ള നേതാക്കൾ ഇടപെട്ട് ഇതിനൊരു നടപടി ഉണ്ടാക്കും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മരണവീട്ടിൽ എത്തിയപ്പോൾ അവിടെയുള്ള ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ട ശേഷം തിരികെ വരാം. മരിച്ചവിടെയാണോ? അല്ല 10 മിനിറ്റ് കഴിഞ്ഞു. അല്ല അവര് വിളിക്കുന്ന
ഇനി നമുക്ക് i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ രാഹുലിനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങൾ. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. സുൽമാദി സാറേ, നമസ്കാരമല്ല എനിക്കിപ്പം പറയാനുള്ള. കൺഗ്രാജുലേഷൻസ്. ഇതിന്റെ ഇപ്പോഴാണ് ഞാൻ അണ്ണൻ തിരികെ വന്നെന്ന ഉള്ള താങ്കളുടെ അണ്ണൻ തിരികെ വന്നു എന്നുള്ള ഇത് കാണുന്നത്, ആ മെസ്സേജ് കാണുന്നത് വളരെ 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 സന്തോഷം. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇതിന്റെ ആൽഫയും ഒമേഗയുമായ താങ്കൾക്ക് തന്നെ. പക്ഷേ ബുദ്ധിയുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം എങ്ങനെ പുള്ളി തിരിച്ച് ആ ഉയരത്തിൽ തന്നെ എത്തിയെന്ന്. അതേ ഉയരത്തിൽ, ഏത് ഉയരത്തിലായിരുന്നോ അതേ ഉയരത്തിൽ. കാരണം VD സതീശൻ പോലും അവരുമായി അവിടുത്തെ ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കാൻ പുള്ളി തന്നെ. കാരണം നിമിഷം തോറും പുള്ളിയുടെ വാല്യൂ താഴോട്ട് പോകുന്നത് തന്നെയല്ല, പുള്ളി അവസാനം ഫെഡപ്പായി പുള്ളി. കാരണം എന്ന് പറയാൻ 100 സൈഡിൽ നിന്ന് തെറിയാ കേൾക്കുന്നത്. ആ ഒരു വലിയ താങ്കളുടെ ടാറ്റിക്സ് അവനെ തകർത്തെറിഞ്ഞു. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നെപ്പോലാണ് കേരളത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരും വിശ്വസിക്കുന്നതെന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നു. കാരണം താങ്കൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ പോലും ഒരു മനുഷ്യൻ പോലും VD സതീശനെയും കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിയെയും അറിയാവുന്നവരാരും ഇത്ര പെട്ടെന്ന് ഒറ്റയാന്റെ മുമ്പിൽ അവൻ വീഴുമെന്ന് വിചാരിച്ചില്ല. വളരെ ബുദ്ധിയായി നിങ്ങൾ കരുക്കൾ നീക്കി ഒരു സൂപ്പർ നാച്ചുറൽ ചെസ് കളിയായിരുന്നത്. ഇതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് രാഹുൽ 100% പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. കേരളത്തിന് വേണ്ടിയത് രാഹുലിനെയാണ്. കേരളത്തിന് വേണ്ടുന്ന ഒരു ഭരണ ചേഞ്ച്, എന്താണ് പറയുന്നത്, ഈ നാറിയ ഭരണം അവസാനിക്കുക. കേരളത്തിന് വേണ്ടുന്നത് എന്തു തന്നെ ആയാലും, കോൺഗ്രസ് എന്തു തന്നെ ആയാലും ഇവരെക്കാൾ മച്ച് ബെറ്റർ ആയിരിക്കും എന്ന് 100% വിശ്വസിക്കുന്നു. എന്നെ പോലുള്ളവർ പോലും ഇനിയേലും ഒരു സാധ്യതയുണ്ട് പ്രോപ്പർട്ടി വിൽക്കാൻ, ഇനിയേലും ഒരു സാധ്യതയുണ്ട് എൻ്റെ ബിസിനസ്സിന്, ഇനിയേലും ഒരു സാധ്യതയുണ്ട് എനിക്കൊരു വീട് വാങ്ങാൻ എന്ന് എന്നെ പോലുള്ള സാധാരണക്കാർ, അതായത് ബിലോ ആവറേജ് എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ളവർ ചിന്തിക്കുക. അവരിൽ ബുദ്ധിയുള്ളവർ തീർച്ചയായിട്ടും ഇതിന്റെ ഫുൾ ക്രെഡിറ്റും താങ്കൾക്ക് മാത്രം. ദൈവം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഈ ദൗത്യത്തെ വിജയിച്ചു. ഇനി അവനെ ആരും ഒരു പുല്ലും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ ഒരു ദൗത്യം സുൻസാറിന് ഞാൻ തരിക, അത് നല്ല സ്പിരിറ്റിലേ എടുക്കാവുള്ളൂ. കാരണം രാഹുലിന് തലമുണ്ടയുള്ളവനായതുകൊണ്ട് അവനറിയാം ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് താങ്കൾക്ക് തന്നെയാണ്. അതിനകത്ത് എനിക്ക് പറയാനുള്ള സംഗതി എന്നാണെന്നറിയോ സുൻസാറെ, ഞാൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതാ. ആള് മഹാപെശക. ഒതുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കി, അതുകൊണ്ട് ഇപ്പോഴത്തെ ഗാസ പോലെ തകർത്ത് തരിപ്പണമാക്കി കളയും. അതുകൊണ്ട് ഇതൊക്കെ ഈ വലിയ ബിസി അവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ അവനൊന്ന് ഫ്രീ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ താങ്ക്സ് പറയാൻ വിളിച്ചേ പറ്റൂ. അവൻ 100% വിളിക്കുകയും ചെയ്യും. കാരണം ഷാഫി വരെ മാറിയ സമയത്ത് ലോകത്ത് കൂടെയുള്ള ഇന്റിമേറ്റ്സ് എന്ന് പറയുന്നവരൊക്കെ അവരവരുടെ ദേഹത്ത് ചെളി തെറിക്കാതിരിക്കാൻ മാറി നിന്ന സമയത്തും തൻ്റെ ഇടത്തോടെ ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ താങ്കൾ ആ സത്യവും നീതിയും വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുകയും വീണ് കിടന്നവനെ ചേർത്ത് പിടിക്കുകയും ചെയ്തപ്പോൾ അവൻ 100% മനുഷ്യജന്മമാണെങ്കിൽ താങ്കളെ വിളിക്കും. ഉടനെ അവനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്, തെറ്റുകൾ മനുഷ്യൻ ചെയ്യും, സംഭവിക്കാം. പക്ഷെ അത് ചെയ്തില്ലയോ എന്ന് നിങ്ങൾക്കും അറിയാം. ഇതിനകത്ത് ആരൊക്കെ പേര് ആരോപിക്കുന്നുണ്ടോ അവർക്കും അറിയാം.
അതിലുപരി നിങ്ങളെ രണ്ടു കൂട്ടരെയും സൃഷ്ടിച്ച ദൈവത്തിനും അറിയാം. വന്നത് വന്നു, പോയത് പോയി. നെവർ റിപ്പീറ്റ്, നെവർ റിപ്പീറ്റ്. ദ പണിഷ്മെന്റ് വിൽ ബി സിവിയർ ആൻഡ് ടെറിഫിക്. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഏറ്റവും ദൈവത്തെ ഭയന്നൊരു സമയം എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് 4 ദിവസം ഞാൻ തളർന്നു കിടന്നു. അവിടെ ഞാൻ പൂർണ്ണമായി സീറോയായി മാറി. കഴുത്തിന് താഴോട്ട് മുഴുവൻ ചത്തു. എനിക്ക് 2 ഹാർട്ട് അറ്റാക്ക് വന്നു, സ്ട്രോക്ക് വന്ന്. ഞാൻ തന്നെ ഓടിച്ച് കാർ കൊണ്ട് ഇടിച്ച് ഫ്രണ്ട് മുഴുവൻ പോയി. പാമ്പ് കടിച്ച്. ഇതൊക്കെ ഞാൻ നിസ്സാരമായി കണ്ട് പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ ഒരു ചെറിയ ഡോസ് മരുന്ന്. ഇതിലൊക്കെ വലുത് പലതുണ്ട്. കാരണം ഞാൻ ഈ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഓരോരുത്തർ വന്ന് സാക്ഷ്യങ്ങളും അനുഭവങ്ങളും പറയുന്നത് കേൾക്കുമ്പോൾ ഞാനെങ്ങും അനുഭവിച്ചതൊന്നുമല്ല. പക്ഷേ ഇവനിൽ നമുക്കെല്ലാം ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ടും അവൻ തൻ്റേടിയായതുകൊണ്ടും എല്ലാവർക്കും ഒരു പ്രത്യേക ആരാധനയാണ് തൻ്റേടികളോട്. ഇപ്പം താങ്കൾ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ 1,00,000 പേര് താങ്കളെ വിളിച്ച് താങ്കൾക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യന്റെ കരളുറപ്പ് എന്ന് പറഞ്ഞ പോലെ ഇവനും ഒരു കരളുറപ്പുള്ളവനായതുകൊണ്ട്. ഇവൻ എടുക്കുന്ന ഒരു തീരുമാനം എത്ര കോൺസിക്വൻസ് വരുമെന്ന് കണ്ടാലും, അതിൻ്റെ ഓപ്പോസിഷൻ എത്ര സ്ട്രോങ് ആണെന്ന് കണ്ടാലും, അവൻ മുമ്പോട്ട് പോവുക എന്ന് പറയുമ്പോൾ അവൻ തൻ്റേടിയാണ്. അവൻ പക്ഷെ ചെറിയ തെറ്റെന്നുള്ളതിൽ കൂടുതൽ അവൻ്റെ അമ്മയുടെ ആ വിഷമവും കൂടെ കണ്ടപ്പോൾ അവൻ ചെറിയ തോതിൽ തളർന്നു. പക്ഷെ താങ്കൾ അവനെ അതിശക്തിയോടെ, ശക്തിയുള്ള ഒരു പറയുന്നത് ഒരു JCB പോലെ പൊക്കിയെടുത്തവനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു JCB പോലെ പൊക്കിയെടുത്തവനെ അവനോട് പറയുക, ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്യരുത് എന്ന് മാത്രമല്ല, വളരെ കരുതലോടെ മുമ്പോട്ട് പോവുക. ഇനിയൊരു നികൃഷ്ട ജന്തുവിന്, അതായത് നമ്മുടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ തുടക്കം മുതൽ തെറ്റിലേക്ക് മനുഷ്യ പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുപോകുന്ന ആ നികൃഷ്ട നാരി വർഗത്തോട് ഇനി അടുക്കരുത്. ഇനി അവരെ കീപ്പ് എ ഡിസ്റ്റൻസ് പോളിസി. അവർ കാര്യങ്ങൾ സാധിക്കാൻ വരും. ഒരു എൽഡർലി പേഴ്സണെ ഓഫീസ് സ്റ്റാഫായിട്ട് വെച്ചാൽ മതി. പിന്നെ ആർക്കും ഇവിടൊന്നും പറയാനില്ല. ഞാൻ എന്നോട് സ്നേഹമായിട്ടിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന അച്ഛന്മാരോട് ഞാൻ പറയും. കാരണം ഡിവൈനിലും ഒരു അച്ഛനെ പറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടായി? അതിനകത്ത് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ there should be a nun. ഒരു കന്യാസ്ത്രീ അതിനകത്തുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞാലും ഈ കന്യാസ്ത്രീ അവിടെ മാറിയിരിക്കുകയല്ലേ. ഇവരോട് കന്യാസ്ത്രീ കേൾക്കാൻ വയ്യാത്തൊരു സീക്രട്ട് ആയാലും അച്ഛനോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു എൽഡർലി പേഴ്സൺ, എല്ലാവരും മാനിക്കുന്ന ഒരു സ്ത്രീത്വത്തെ അവിടെ ഓഫീസിൽ അല്ലാതെ പുള്ളി മാത്രമായിട്ട് ഇനിയും ഒരു 50 വയസ്സിന് താഴെയുള്ള, ഒരു 60 വയസ്സിന് താഴെ എന്നല്ലേ ഇത് പറഞ്ഞ്, 50 വയസ്സിന് താഴെയുള്ള ഒരാളുമായി ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കരുത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാരണം ഒരു ചാൻസ് കൊടുക്കരുത്. ഞാൻ വളരെ കെയർഫുള്ളാണ്. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ സിസ്റ്റം തന്നെ മാറ്റി കഴിഞ്ഞു. എന്നെ കാണണമെങ്കിൽ ഈ പുള്ളിയുടെ പ്രസൻസിൽ, അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞു കേട്ടോ. അതൊക്കെ പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് എന്നെ പോലൊരുത്തനാണെങ്കിൽ അത് പ്രിക്കോഷൻ എടുക്കും. ഇനിയൊരു അബദ്ധം പറ്റരുത്. പക്ഷെ താങ്കൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് തന്നെയല്ല. ഞാൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞും ദൈവത്തെ ഭയന്നും ട്രാക്ക് മാറിയ ഒരാളായിട്ട് പറയുക. ഇത് ഒരു സാമാന്യം നല്ലൊരു ശിക്ഷയാണ് പുള്ളി അനുഭവിച്ചത്. ഏറ്റവും ഇതിനകത്ത് സിവിയർ സംഗതി എന്ന് പറയുന്നത് പുള്ളിയുടെ അമ്മയുടെ വിഷമം കണ്ടുകൊണ്ട്, അമ്മയോട് സ്നേഹമുള്ളൊരു മോൻ അനുഭവിക്കുന്ന വേദനയാണ്. അല്ലാതെ ഈ പാർട്ടിയും പിണ്ണാക്കും മണ്ണാങ്കട്ട എന്ത് ചെയ്യാന്? ഒരു സംഗതിയിലും കാര്യമില്ല. പക്ഷെ അമ്മ വേദനിക്കുന്നു. പുറത്തോട്ട് ഇറങ്ങാനാവാത്ത അവസ്ഥ. കൂടെ നിന്ന് ആർക്കൊക്കെ വേണ്ടി ഇവൻ അടിയും ഇതും മേടിച്ചിട്ടുണ്ടോ പോലീസുകാരുടെ നിന്ന്, അവർ തന്നെ തള്ളിപ്പറയുന്നു. അവിടുത്തെ എല്ലാ സീനിയർ ആളുകളും പുറകോട്ട് മാറിയിരിക്കുന്നു. പക്ഷെ താങ്കൾ നിരന്തരം അറ്റാക്ക് ചെയ്ത്, അത് തേനീച്ച കുത്തെന്നാണ് അതിനെ പറയുന്നത്, അല്ലെ കടന്തൽ കുത്തു പോലെ അവനെ കുത്തി തകർത്തത് കൊണ്ട് അവൻ തന്നെ മനസ്സിലായി ഇനി കൂടുതൽ കാരണം എല്ലാവർക്കും കാര്യം മനസ്സിലായി. എല്ലാവർക്കും കേക്കച്ചനെയും ആ യൂസ്ലെസ് പെണ്ണിന് നടി എന്ന് അവകാശപ്പെടുന്ന അതിനെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ആളുകൾ നിരന്തരം പ്രഷർ, അതായത് പബ്ലിക്കിന്റെ പ്രഷറാണ്. ഇവരൊക്കെ നിലനിൽക്കുന്ന പബ്ലിക്കിന്റെ വോട്ടിലാണ്. അല്ലാതെ ഈ 3 ഊള അതിന് പറയുന്നത് നേതാക്കന്മാരിലല്ല നമ്മുടെ ഭരണകക്ഷി നിലനിൽക്കുന്നത്.
ഇതിനകത്ത് കൊണ്ട് കുത്തുന്ന പൊട്ടൻ്റെ ഇതിലാ. അവരുടെ നിരന്തരം, അത് ഏതൊക്കെ ലെവലിലുള്ളവർ, ഏതൊക്കെ സ്ഥലത്തും, ഈ മലയാളികൾ മാത്രമല്ല, എഫേർട്ട് എടുത്ത് ഇനി ഇങ്ങോട്ട് വരുന്നില്ല. ഫോറിൻ സിറ്റിസൺ അവനവിടെ വെൽ സെറ്റിൽഡാ, ബട്ട് സ്റ്റിൽ ഈസ് ബോതേർഡ് അബൌട്ട് ദ സിറ്റുവേഷൻ ഓഫ് കോൺഗ്രസ് ഇൻ കേരള. ഇതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ സംഗതി തന്നെയാണ്. കാരണം നിങ്ങൾ പറയുന്ന എന്തും കേൾക്കും, ഇനി ഒരു അബദ്ധം വരരുത്. ഇപ്പോഴും മനുഷ്യൻ സമാധാനത്തോടും സന്തോഷത്തോടും കാണുന്നു. കോൺഗ്രസ് അടുത്ത പ്രാവശ്യം തിരികെ വരും. അവൻ കൂടുതൽ തിളക്കമാർന്ന്, അവൻ കൂടുതൽ എന്താണ് പറയുന്നത്, ബുദ്ധിയോടുകൂടെ എന്നാൽ കൂടെ കരുതലോടെ, ഇനി ഒരു അബദ്ധത്തിൽ ചാടാതെ കരുതലോടെ മുമ്പോട്ട് പോകും. നിങ്ങളുടെ എഫേർട്ട് ഒരിക്കലും വെറുതെ പോവുകയില്ല. അതിന് എഫേർട്ട് താങ്കളുടെ വകയാണ് സുൽമാതി സാറേ. താങ്കളുടെ എഫേർട്ട് ഒരിക്കലും പാഴായി പോവുകയില്ല. രാവും പകലും 38 ദിവസം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള വലിയ ട്രോഫി താങ്കൾക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അഡ്വൈസ് ചെയ്യുക ആസ് എ യങ് ബ്രദർ, വളരെ 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 എന്തായാലും ഒരു ചൈൽഡിഷ് ക്യാരക്ടറിനോട്, പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് ചിരിച്ചും കളിച്ചും നടക്കുക, അങ്ങനെ ഒരു ക്യാരക്ടറിനോട് നമ്മൾ അഡ്വൈസ് ചെയ്യുക. തീ എന്ന് എന്തോ അതിന് പറയുന്നത്, ഇലയെന്ന് മുള വീണാലും മുള്ളി എന്ന് ഇല വീണാലും പ്രശ്നം മുള്ളിനെ ഇലക്കേ ഉള്ളൂ. അതുകൊണ്ട് നീ കെയർഫുൾ ആകുക, അല്ലാതെ ഇനിയും വേറെ മാർഗമൊന്നുമില്ല. എനിവേ വളരെ സന്തോഷം കേട്ടോ. ഞാനിപ്പം വെറുതെ ഒന്നും തുറന്നു നോക്കിയതാ, വളരെ സന്തോഷം തോന്നി. പുള്ളി അവിടെ വളരെ കോൺഫിഡൻസോടുകൂടെ നടക്കുന്നു. പുള്ളിക്കുള്ള എല്ലാ, അതായത് നമ്മൾ യുദ്ധത്തിൽ, ഞാൻ വളരെ ഒരു പട്ടാളക്കാരനോ പോലീസോ ആകാൻ വളരെ ആഗ്രഹിച്ചു ഒരുത്തനാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ ഒരു രീതിയിൽ എല്ലാത്തിനെയും കാണാൻ പറ്റത്തുള്ളൂ. യുദ്ധത്തിന് എയർഫോഴ്സ് മേളിൽ കൂടെ അങ്ങനെ ബോംബ് ചെയ്ത് ഇപ്പം തന്നെ നമ്മുടെ ഇവരുടെ ഗാസ നടക്കുന്ന പോലെ ഇവർ ബോംബ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി മുമ്പോട്ട് പോകുന്നു. ലാൻഡ് വൈസ് ആർട്ടിലറി കയറി വരുന്നു. ഈ ഒരു രീതിയിൽ പുള്ളി ഒക്കെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. വളരെ സ്മൂത്ത് എൻട്രി ആൻഡ് സ്മൂത്ത് ലാൻഡിങ്. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ലക്ഷോപലക്ഷം ആളുകൾ മനസ്സിൽ ഇന്ന് തീർച്ചയായിട്ടും, കാരണം ഈ നാട് രക്ഷപ്പെടണം, എനിക്കും ജീവിക്കണം ഇവിടെ. ഈ നാട്ടിൽ അടുത്ത പ്രാവശ്യം പട്ടണം കിടന്ന് പരുവട്ട എന്തുവാന്ന് പറയുന്നത്, കടത്തിൽ മുങ്ങിയ ഈ, പക്ഷെ എത്രമാത്രം മാർക്സിസ്റ്റുകാർ ശക്തി ആർജിച്ചു. അവരുടെ ആ സാലറി, ഒരു എലിജിബിലിറ്റി ഇല്ലാത്തവർക്ക് ഹ്യൂജ് സാലറി കൊടുത്ത് ഗുഡ് ഫോർ നത്തിങ്ങിനെ വെച്ച്, അതുപോലെ ഇവരുടെ ആളുകളെയൊക്കെ വലിയ പൊസിഷനിലും വെച്ച് വലിയ സാലറിയും കൊടുത്ത് അതിനൊന്നും പിഴുത് കളയാൻ പറ്റുകയില്ല. കാരണം സമ്മതിക്കുകയില്ല മനുഷ്യർ. എങ്കിൽ പോലും ഇനിയും ഓട്ടെ, നാളെ തുടങ്ങിയെങ്കിൽ ഈ പിശാചുക്കൾ തെണ്ടിത്തരം കാണിക്കാതിരിക്കുമല്ലോ. ഇതിനാ ഒരു വലിയ, ഇതിപ്പോ ഞാൻ ഒരു പ്രൊഡിക്ഷൻ പോലെ പറയാ, 100% കെയ്ക്കച്ചനല്ലല്ലോ ഇവിടെ വിഷയം, രാഹുൽ അല്ലല്ലോ വിഷയം, കോൺഗ്രസ് വരണം, മാർക്സിസ്റ്റ് മാറണം എന്നാണ് സാധാരണക്കാരുടെ മനസ്സിലുള്ളത്. ഈ കോൺഗ്രസ്, ഈ രാഹുലിന്റെ പ്രശ്നത്തിൽ ആളുകൾ ഇറങ്ങിത്തിരിച്ചതും കൂടുതൽ അവര് ഇതിനകത്ത് എന്തുവാന്ന് പറയുന്ന അറ്റൻഷൻ അവരുടെ ഇതിലേക്ക് തിരിഞ്ഞതും, ദൈവമേ ഇനി ഈ നരകങ്ങൾ തന്നെയാണ്, ഈ നാശങ്ങൾ തന്നെയാണോ ഇനി ഈ നാട്ടിലോട്ട് ഭരണവുമായി വരാൻ പോകുന്നത് എന്നുള്ള ചിന്തയാണ് ആളുകൾ ഇതിനകത്ത് കൂടുതൽ അവരവരുടെ ഒപ്പീനിയൻ പറയാനായിട്ട്, അല്ലെ ഇതിനകത്ത് കൈ ഓർക്കാനായിട്ട് അവർ തീരുമാനിച്ചത്. ദൈവം താങ്കളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പുള്ളി ഒന്ന് ഫ്രീ ആവുമ്പോൾ പുള്ളിയോട് പറയുക, ഇത് എൻ്റെ എഫേർട്ട്, അത് ധൈര്യമായി താങ്കൾക്ക് അവകാശപ്പെടാം. എൻ്റെ എഫേർട്ട് ഇനിയും നഷ്ടപ്പെടരുത്, ഇനിയും നഷ്ടപ്പെട്ടു പോകരുത്, ഇനിയൊരു ക്രൈസിസ് ഉണ്ടാക്കി എടുക്കരുത്. You should be more and more careful. You should keep at least 2-3 female staff in your office so that nobody can make any blame on you. ആ രീതിയിൽ താങ്കളുടെ ഒരു വലിയ വാല്യുബിൾ അഡ്വൈസ്, വേറെ ആര് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ മുഴുവൻ സിറ്റുവേഷൻ എങ്ങനെ ഈ റിക്കവറി സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ രാഹുൽ അതിനെ വലിയ പ്രാധാന്യത്തോടെ എടുക്കും. എന്നിട്ട് പുള്ളിയോട് ഒരു ലൈനും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതുണ്ട്, ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് വരെ നിങ്ങളെ ഇട്ടിട്ടോടിയ ഒരു സമയമാണെന്ന് ഓർത്തോണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.